അങ്ങനെ തുടരും മൂവി കാണാൻ ഇറങ്ങിയാണ് ഗായ്സ്. തിയേറ്ററിൽ നോക്കുമ്പോൾ ഒറ്റ മനുഷ്യൻ കുഞ്ഞില്ല, ഞാനും എൻ്റെ ചങ്ങായി മാത്രമേ ഉള്ളൂ ഗായ്സ്. എൻ്റെ പോലെ ഇൻ്റർവെല്ലിൽ നിർത്തിയ സ്ഥലമുണ്ട്. ഓ ചാർജ് സീന് വിചാരിച്ചതിനേക്കാളും അപ്പുറം കേട്ടോ. കിട്ടിയില്ല സ്ഥലത്ത് ഇൻ്റർവെല്ലിൽ നിർത്തി. ബാക്കി എന്താണെന്ന് കണ്ടിട്ട് പറയാം. ഓക്കെ, പടം തുടങ്ങുമ്പോൾ ഞാനവനും മാത്രമേ ഉള്ളൂ. പടം കഴിയുമ്പോൾ നിങ്ങളൊക്കെ തിയേറ്റർ ഫുള്ളാണ്, ഹൗസ് ഫുള്ളാണ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഹായ്, അങ്ങനെ തുടരും കണ്ടിറങ്ങി. എനിക്ക് ഈ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ടിക്കറ്റ് എടുത്തോ, ഫൈദ ഹേ കിട്ടിയില്ലായിരിക്കും. പൈസ നിങ്ങൾ പോകത്തില്ല, കിട്ടില്ല സാധനം. ശോഭന ലാലേട്ടൻ കോംബോ. നമ്മളെ മലയാളികൾ ലാലേട്ടനിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, മലയാളികൾക്ക് എന്താണ് വേണ്ടത്, അത് ഈ സിനിമയിലുണ്ട്. ഇത് കണ്ട ഓരോ മലയാളികളും പറയും നമ്മുടെ ലാലേട്ടൻ, എൻ്റെ ലാലേട്ടൻ. ആ ഒരു സിനിമയാണിത്. ഓക്കെ, നമ്മുടെ പഴയ ലാലേട്ടൻ എന്ന് തന്നെ പറയാം. പിന്നെ ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാലേട്ടനെ പിന്നെ പറയണ്ടല്ലോ, ലാലേട്ടൻ സെറ്റാണ്, പവറാണ്. ആ ചങ്ങായിൻ്റെ പേര് ഞാൻ എടുത്ത് പറയണം, പ്രകാശ് വർമ്മ. ഞാൻ ഈ ചങ്ങായിനെ ഫസ്റ്റ് ടൈമാണ് മൂവിയിൽ കാണുന്നത്. ചങ്ങായിൻ്റെ റോള്, ചങ്ങായി വില്ലനാണ്, ഈ ചങ്ങായിൻ്റെ റോളുണ്ട് മോനെ. ഈ ചങ്ങായിയാണ് എനിക്ക് ഫസ്റ്റ് സിനിമ തുടങ്ങിയിട്ട് ഈ ചങ്ങായി വന്നിട്ട് ഒരു പോക്ക് പോകുന്നുണ്ട് ഈ സിനിമ. ഈ ചങ്ങായിൻ്റെ ക്യാരക്ടറിൽ നമുക്ക് തിരിയില്ല, പക്ഷേ ഈ ചങ്ങായിൻ്റെ ക്യാരക്ടറിൽ പടം കാണിക്കുന്നുണ്ട്, മനസ്സിലാക്കി തരുന്നുണ്ട്. എന്തോ സംഭവിക്കും, ഈ ചങ്ങായി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എന്തോ വരാണ്ട് ഈ ചങ്ങായി എന്തോ എടുത്ത് വെച്ചിട്ട് എന്നൊരു ഫീല്. ഇൻ്റർവെല്ലിൽ വേറെ ആ ഒരു ഫീല് തന്നിട്ട് അങ്ങ് ഇൻ്റർവെല്ലാക്കി കഴിഞ്ഞ്. അപ്പം ഞാൻ എടുത്തൊരു വീഡിയോ ഞങ്ങൾ മുമ്പ് കണ്ടേ. അപ്പോൾ ആ ചങ്ങായി വേറെ കിട്ടില്ല, അസാധ്യ അഭിനയം. പ്രകാശ് വർമ്മ അസാധ്യ അഭിനയം, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല, കിട്ടില്ല സാധനം. ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് വില്ലനൊന്നും ഞാൻ കണ്ടിട്ടില്ല. സസ്പെൻസ് ഉണ്ട്, അത് പ്രഡിക്റ്റബിൾ ആയിരുന്നു. എൻ്റെ കൂടെ ഒരു ചങ്ങായി വന്നിട്ടില്ലേ, ആ സസ്പെൻസ് തുടക്കത്തിൽ തന്നെ ചങ്ങായി എടാ അത് ഇങ്ങനെയാണ്. രണ്ടാമതും ഒന്നും കൂടെ ഉണ്ടായിരുന്നു, അതും അവൻ പറഞ്ഞു എടാ അതും ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞ ചങ്ങായി ഇനി മേലാൽ എൻ്റെ കൂടെ ഞാൻ സിനിമയ്ക്ക് വരണതാണ്. പക്ഷേങ്കിൽ പടം സൂപ്പർ പടം. ടിക്കറ്റ് എടുത്തോ, നന്നായിട്ട് ഫൈദയാണ്. പിന്നെ പടം ഫസ്റ്റ് മുതൽ സെക്കൻഡ് ഹാഫ് കുറച്ചങ്ങോട്ടേക്ക് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞാൽ പടത്തിൻ്റെ എൻഡ് സാധാരണ എല്ലാ പടത്തിലും കാണുന്ന പോലെ ഒരു എൻഡാണ്. എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് മുതൽ സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സസ്പെൻസൊക്കെ അറിയുന്ന സമയം വരെ കിടിലം പടമാണ്, സൂപ്പറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓക്കെ.